അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഹിജാബുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏറെക്കുറെ ഇങ്ങനെ തണുത്ത് വന്നുകൊണ്ടിരിക്കുക. 2 ദിവസം മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു കിടിലൻ പ്രസ്താവന ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഹനിക്കാൻ ഒരു സ്കൂളിനെയും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ കൈയടിച്ച ഒരു കിടിലൻ പ്രസ്താവനയായിരുന്നു അത്. അത് വന്ന് 2 ദിവസം കഴിഞ്ഞു. ഈ 2 ദിവസത്തിനുള്ളിൽ അങ്ങനെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന എത്ര സ്കൂളുകൾക്കെതിരെ നടപടിയെടുത്തു, അല്ലെങ്കിൽ എത്ര സ്കൂളുകളുടെ അത്തരം നയങ്ങൾ ഗവൺമെൻറ് ഇടപെട്ട് മാറ്റി എന്ന് എന്തെങ്കിലും വിവരം ആർക്കെങ്കിലും കിട്ടിയോ? ഞാൻ ഒന്നും കണ്ടില്ല. ഈ വിഷയം വന്നത് ഇപ്പോൾ ഹിജാബ് ധരിക്കുക അഥവാ തട്ടം ധരിക്കാനുള്ള അവകാശം അനുവദിക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണല്ലോ. സമാനമായ പ്രശ്നമുള്ള തട്ടം ധരിക്കാൻ കുട്ടികളെ അനുവദിക്കാത്ത, ചിലപ്പോൾ കാലിൻ്റെ മുട്ടിന് കീഴെ വസ്ത്രം ധരിക്കാൻ അനുവദിക്കാത്ത സ്കൂളുകൾ ധാരാളം ഇപ്പോഴും കേരളത്തിലുണ്ട്. അതിൽ നല്ലൊരു പറ്റം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെയാണ്. ഈവൻ MES പോലെയുള്ള മുസ്ലിം പേരുള്ള മാനേജ്മെൻറ്റുകൾക്ക് പോലും അത്തരം നിയന്ത്രണങ്ങളുള്ള സ്ഥാപനങ്ങളുണ്ട് എന്നാണ് എൻ്റെ അറിവ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇത്തരം സ്കൂളുകൾ ധാരാളം ഇന്ന് കേരളത്തിലുണ്ട്. വിദ്യാർത്ഥികളുടെ അടിസ്ഥാന അവകാശങ്ങൾ അനുവദിക്കാത്ത സ്കൂളുകൾ, അത്തരം നിയമങ്ങളുള്ള സ്കൂളുകൾ, അത് വളരെ സ്മൂത്തായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന സ്കൂളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. ഇപ്പം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ വരെ അത്തരം സ്കൂളുണ്ട്. അതുപോലെ നിർബന്ധിതമായി ഒരു മതത്തിൻ്റെ ആചാരം അല്ലെങ്കിൽ ചിഹ്നങ്ങൾ മറ്റു മതക്കാരുടെ പേരിൽ സ്കൂൾ യൂണിഫോമിൻ്റെയോ സ്കൂളിലെ ചിട്ടകളുടെ പേരിലോ അടിച്ചേൽപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. ഇത്തരം അവകാശ നിഷേധങ്ങളൊന്നും സർക്കാർ വെച്ചു ഉറപ്പിക്കില്ല എന്നാണ് മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായത്. ഇപ്പോൾ ആ പ്രസ്താവന ഇന്ന് ബാക്കി വായിച്ചാൽ, ഭരണഘടന ഉറപ്പു നൽകുന്ന വിദ്യാർത്ഥികളുടെ മൗലിക അവകാശങ്ങളിൽ കടന്നു കയറാനോ അതിനെതിരായി സ്വന്തം ചട്ടങ്ങൾ ഉണ്ടാക്കാനോ ഒരു സ്കൂൾ മാനേജ്മെൻറ്റിനും അധികാരമില്ല. ഇത് പറഞ്ഞത് കറക്റ്റാണ്. അങ്ങനെ അധികാരം ഇല്ലാത്ത കാര്യം ചെയ്യുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതുമായ വിദ്യാഭ്യാസ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു നടപടിയും സർക്കാർ വെച്ചു ഉറപ്പിക്കില്ല. സർക്കാർ ഇത്തരം അവകാശ നിഷേധങ്ങളൊന്നും വെച്ചു ഉറപ്പിക്കില്ല എന്ന് മന്ത്രി പ്രസ്താവിച്ചിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെയുള്ള ഏതെങ്കിലും സ്കൂളിൽ, പേരിനെങ്കിലും ഏതെങ്കിലും സ്കൂളിൽ ഇത്തരത്തിലുള്ള അവകാശ നിഷേധങ്ങൾ മാറ്റിക്കൊണ്ട് ഈ പ്രസ്താവനയുടെയോ അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റം വന്നതായി നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ഞാൻ അറിഞ്ഞില്ല. അറിയാൻ വേണ്ടി ചോദിക്കാം. എന്നല്ല, ഇപ്പോൾ ഈ വിവാദം ഉണ്ടാക്കിയ എറണാകുളത്തെ സെൻട്രൽ വിക്ടോറിയ സ്കൂളിലടക്കം ആ നിയമത്തിൽ മാറ്റം വന്നോ? അങ്ങനെ കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒന്നും വെച്ചു ഉറപ്പിക്കില്ല എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ ആ സ്കൂളിൽ ഇനി മുതൽ അത്തരം അവകാശ നിഷേധം ഉണ്ടാവില്ല എന്ന രീതിയിൽ വല്ല മാറ്റം വന്നോ? മാറ്റം വരാനുള്ള എന്തെങ്കിലും ഇടപെടലുണ്ടായോ? ഉണ്ടായതായിട്ട് അറിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പം എന്താ സംഭവിച്ചത്? നല്ലൊരു കിടിലൻ പഞ്ച് ഡയലോഗ് ഉണ്ടായി. ആകപ്പാടെ ഡയലോഗ് കൊണ്ടും പ്രസ്താവന കൊണ്ടും കൂട്ടാൻ വെക്കുക എന്നുള്ളതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി. അതുണ്ടായി, പഞ്ച് ഡയലോഗ് ഉണ്ടായി. നമ്മൾ കുറേ ആൾ കൈയടിച്ചു, ഗംഭീരാണെന്ന് പറഞ്ഞു. സംഗതി കഴിഞ്ഞു. കാര്യങ്ങളൊക്കെ പഴയ പോലെ തുടരും. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാര്യങ്ങൾ പഴയ പോലെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ പറയപ്പെട്ട സെൻട്രൽ വിക്ടോറിയ സ്കൂളിലടക്കം 100-ലേറെ വിദ്യാർത്ഥികൾ ഇത്ര ശബ്ദിക്കാനുള്ള ധൈര്യമോ അല്ലെങ്കിൽ ശബ്ദിക്കണമെന്ന ബോധമോ ഇല്ലാത്തതുകൊണ്ട്, എന്നാൽ അവരുടെ മതപരമായ അല്ലെങ്കിൽ അവരുടെ വിശ്വാസപരമായ അല്ലെങ്കിൽ അവരുടെ സാംസ്കാരികമായ ഒരു ആവശ്യം എന്ന ചിന്തയിൽ നിന്ന് മാറിയതുകൊണ്ടല്ല, ഇനി ഞങ്ങൾ തട്ടം ധരിക്കാത്തവരാണ് എന്ന് തീരുമാനിച്ചത് കൊണ്ടല്ല എന്നർത്ഥം. സ്കൂളിൽ അനുവദിക്കാത്തതുകൊണ്ട് തട്ടം ധരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോഴും അതേ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ശബ്ദം ഉണ്ടാക്കിയ കുട്ടി അവിടുന്ന് പോരുകയോ പോരാതിരിക്കുകയോ ചെയ്തു. ബാക്കിയുള്ള കുട്ടികളുടെ അടക്കം അവകാശം നിഷേധിക്കപ്പെട്ടുകൊണ്ട് തന്നെ തുടരും. കേരളത്തിൽ ഇനിയും ഇഷ്ടംപോലെ സ്കൂളുകളിൽ അതേപോലെയുള്ള അവകാശ നിഷേധം തുടരും. അതിലൊന്നും ഒരാക്ഷനും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുകയാണെങ്കിൽ അത് തുടരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഡയലോഗുകളാണ്, പഞ്ച് ഡയലോഗുകളാണ്
കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ ഹീറോ ആകാനുള്ള എളുപ്പവഴി. അതിനപ്പുറം ആക്ഷൻസ് ഉണ്ടാവുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ.